അസ്സലാമു അലൈക്കും. ഇന്ന് ഇഫ്താറിനോ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 2 തരം സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത്. ഇത് വലിയവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത്. അതിനായി നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരു സ്റ്റീമറിലിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. പൊട്ടറ്റോ വെള്ളത്തിലും ഇട്ട് അതിൻ്റെ മേളിൽ സ്റ്റീമറിനകത്തോട്ട് ഏത്തപ്പഴം വെച്ചാണ് ഞാൻ പുഴുങ്ങിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടെ പൊടിച്ചതാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴവും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. സ്റ്റീമറിലിട്ട് തന്നെ രണ്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തെടുത്ത് വെച്ച് നല്ല തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അതിൻ്റെ ചൂടെല്ലാം മാറുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ബദാം പരിപ്പിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ നെയ്യെല്ലാം ഈ തേങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വറ്റി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഒരുവിധം ഡ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. നമ്മുടെ പഴത്തിനും പൊട്ടറ്റോയ്ക്കും ഒക്കെ നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതെല്ലാം തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. അങ്ങനെ തൊലി കളഞ്ഞെല്ലാം എടുത്ത ശേഷം അപ്പോഴേക്കും നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുത്ത ശേഷം ഇത് ബോൾസ് ആക്കി എടുക്കാം. അപ്പം നമുക്ക് ഏത് രീതിയിലുള്ള സ്നാക്സ് ആണോ വേണ്ടത് ആ രീതിയിലുള്ള ബോൾസ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ആ രീതിയിലാണ്. എനിക്ക് പഴം ഒരുപാട് പഴുത്തതായതുകൊണ്ട് അത് നല്ല വെന്ത് പോയതുകൊണ്ടും ഞാൻ ആ ഒരു രീതിയിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ പഴവും ഈ പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴമൊക്കെ ഉരുട്ടിയെടുത്ത ശേഷം ഫില്ലിങ് 1 സ്പൂൺ അളവിലാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഇത് നല്ലവണ്ണം ഉരുട്ടിയെടുത്ത് എല്ലാം മാറ്റി വെക്കാം. അങ്ങനെ പൊട്ടറ്റോയും നമ്മുടെ ബനാനയും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. വളരെയേറെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് ഇത്. ഇതിലൊരല്പം പഞ്ചസാര മാത്രമേ നമുക്ക് ഹെൽത്തിന് കുഴപ്പമുള്ളതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും കഴിക്കാൻ നല്ലതാണ്. കുഞ്ഞുങ്ങൾ യഥേഷ്ടം കഴിച്ചോളും. കാരണം ബനാന കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കുന്നതാണ്. ഇനി ഒരു തവ അടുപ്പി വെച്ച് അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളിത് എണ്ണയിലിട്ട് വറുത്ത് കോരുവൊന്നും അല്ല ചെയ്യുന്നത്. നെയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഒരു തവയിലോട്ട് നെയ്യ് ഒഴിച്ച് ചൂടായി വന്ന ശേഷം നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാം അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുത്ത് ഒരുവിധം നന്നായിട്ട് മൊരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അന്നേരവും നെയ്യാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അപ്പം നെയ്യ് കൊണ്ട് അറിയാമല്ലോ എല്ലാവർക്കും നല്ല ഗുണമുള്ള സാധനമാണ് നെയ്യ്. അതുകൊണ്ട് നെയ്യ് ഇച്ചിരി നമുക്ക് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കായാലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് നെയ്യ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാത്തത്. അങ്ങനെ എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടുന്ന ഉടനെ നമുക്ക് അതിൻ്റെ പുറഭാഗം നന്നായിട്ട് മൂത്ത് വരുന്ന ഉടനെ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ
പൊട്ടറ്റോ ഉരുട്ടിയെടുത്തതും ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നെയ്യിൽ നിന്ന് മാറ്റാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ 2 തരം സ്നാക്സാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാനിതിൽ ഒരു തരിക്കഞ്ഞിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തരിക്കഞ്ഞി പല രീതിയിൽ എല്ലാവരും വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അങ്ങനെ സ്നാക്സ് എല്ലാം കോരിയെടുത്ത് ഒരുവിധം തണുത്ത ശേഷം നമ്മളത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലിരിക്കും. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇഫ്താറിനും 4 മണി സ്നാക്സായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തരിക്കഞ്ഞി തയ്യാറാക്കാം. അതിനായി ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരുവിധം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വളരെ കുറച്ച് മാത്രമേ തരിക്കഞ്ഞിക്ക് ചേർക്കാവൂ, എങ്കിലേ ലൂസായിട്ടിരിക്കത്തുള്ളൂ. നമുക്ക് കുടിക്കാൻ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പാകത്തിന് കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് അതേ അളവിൽ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരല്പം കൂടെ കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ 1/4 കപ്പ് റവ എടുത്തു, അതനുസരിച്ച് 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരല്പം പഞ്ചസാരയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒരുവിധം കുറുകി വരുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം തിളച്ച് നന്നായിട്ട് ഒരുവിധം ആയി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ കുടിക്കുന്നതിൻ്റെ ഒരളവുണ്ടല്ലോ, ആ അളവിന് വേണം അടുപ്പിൽ നിന്ന് ഇത് മാറ്റാൻ. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് ഇടുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക് കൂടുതൽ സ്വാദുണ്ടാവുന്നത്. അങ്ങനെ തരിക്കഞ്ഞിയൊക്കെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിനൊരു വറവ് തയ്യാറാക്കാം. അതും നെയ്യിലാണ് ചെയ്യുന്നത്. പാനെല്ലാം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എത്രത്തോളം ചേർക്കാവോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് ചെറുള്ളിയാണ്. ചെറുള്ളി ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ചെറുള്ളിയിലാണ് ഈ തരിക്കഞ്ഞിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഈ നെയ്യും ഈ ചെറുള്ളിയുമാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക് ടേസ്റ്റ് തരുന്നത്. അങ്ങനെ ഉള്ളിയെല്ലാം മൂത്ത് വരുമ്പോൾ ഈ ഉള്ളിയും നെയ്യും നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ നമുക്ക് ഈ തരിക്കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും തരിക്കഞ്ഞിയുമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.